എല്ലാവർക്കും നമസ്കാരം. PSC പരീക്ഷകൾക്കായുള്ള ഓൺലൈൻ പരിശീലനത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മളിന്ന് ദശാംശ സംഖ്യകളുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ പാർട്ടാണ് എടുക്കുന്നത്. ദശാംശ സംഖ്യകളെ പറ്റിയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 അധ്യായങ്ങളിൽ പറഞ്ഞിരുന്നു. മറ്റ് ചില എക്സാമ്പിൾസിലേക്കാണ് ഇന്നത്തെ അധ്യായത്തിൽ പോകുന്നത്. അതായത് ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ നമ്മളെടുക്കുന്ന എക്സാമ്പിൾസ് അധികവും സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ആശയത്തെ, ലഘൂകരണത്തെ ആസ്പദമാക്കിയുള്ള ദശാംശ സംഖ്യകളിലെ ചോദ്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ബുക്കുകളും റാങ്ക് ഫയലുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യങ്ങൾ ഒന്നുകിൽ ദശാംശ സംഖ്യകളുടെ ഭാഗത്തോ അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ലഘൂകരണത്തിൻ്റെ ടോപ്പിക്കിലോ കാണാൻ സാധിക്കും. പക്ഷേ നമ്മളിത് ദശാംശ സംഖ്യകളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ആശയമായതുകൊണ്ട് ഈ ദശാംശ സംഖ്യകളുടെ അധ്യായത്തിൽ തന്നെ നമ്മൾ ചെയ്തു പോകുന്നതാണ് ചെയ്യുക. അപ്പോൾ ഇത് പലപ്പോഴും നമുക്ക് പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. വളരെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ LGS LD പോലെയുള്ള, അതായത് 10ാം ക്ലാസ് 12ാം ക്ലാസ് അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷകളിൽ സ്ഥിരമായിട്ട് നമുക്ക് ചോദ്യപേപ്പറുകളിൽ കാണാൻ സാധിക്കുന്ന ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത്. ഇത് നമുക്ക് കൃത്യമായ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കില്ല, പക്ഷേ നമുക്ക് ഇതിലേത് വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നീ ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസിനെ ആസ്പദമാക്കി ഉള്ള സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ അതിൽ നമ്മൾ ആ ഡെസിമൽ പോയിൻറ്റിൻ്റെ, ആ ദശാംശ സ്ഥാനത്തിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ് മാറ്റി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉള്ള രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കതിലെ ചോദ്യങ്ങൾ തയ്യാറാക്കാം. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ ഒരു ലിമിറ്റേഷൻ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് ഇന്ന രീതിയിലേ ചോദിക്കൂ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചോദ്യങ്ങളായി പ്രതീക്ഷിക്കാം. അപ്പോൾ അത്തരം ചോദ്യങ്ങളിലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇവിടെ നമുക്ക് കുറേ ദശാംശ സംഖ്യകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലഘൂകരണത്തിൻ്റെ പ്രോബ്ലമാണ് നമുക്ക് തന്നിരിക്കുന്നത്. 0.68 ഇൻറ്റു 1.1 ഇൻറ്റു 0.42 എന്നിവ നമുക്ക് അംശത്തിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഛേദത്തിൽ നമുക്ക് 0.017 ഇൻറ്റു 8.8 ഇൻറ്റു 0.007 എന്നീ സംഖ്യകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് പൂർണ്ണസംഖ്യകളാക്കുന്നു. നമ്മൾ മുൻപ് ഡെസിമൽ നമ്പേഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ പറഞ്ഞ കൂട്ടത്തിൽ, അതായത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു 2-3 ചോദ്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കൂടുതലായുള്ള ആശയങ്ങൾ നമുക്കത് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ സംഖ്യകളെ ഒന്ന് നോക്കാം. അതായത് ഈ 0.68 എന്നുള്ളതിൽ നമുക്ക് ആ 68 എന്നുള്ള ഒരു ആശയം നമുക്ക് അവിടെ നിന്ന് വ്യക്തമായി മനസ്സിലാകും, അല്ലേ? 68 ഇതെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആവുന്ന രീതിയിലുള്ള കുറച്ച് സംഖ്യകളായിരിക്കും നമുക്ക് ഇത്തരം ചോദ്യങ്ങളിൽ നമുക്ക് കിട്ടുക. അപ്പോൾ അത് ഈ തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ചിലപ്പോൾ ഓർഡറിലായിരിക്കും, ചിലപ്പോൾ ഓർഡറിൽ അല്ലാതായിരിക്കും. അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ 0.68 എന്നുള്ളതിനെ നമ്മൾ 68 ആക്കി മാറ്റി എഴുതുന്നു, 68 ആക്കി മാറ്റി എഴുതുന്നു. അപ്പോൾ നമ്മൾ അവിടെ നടത്തുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? നമ്മളതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? 100 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 68ൻ്റെ ഘടകമായ ഒരു സംഖ്യ, അല്ലെങ്കിൽ 68നെ എളുപ്പത്തിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ നമുക്ക് ഈ ഡിനോമിനേറ്ററിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കവിടെ കാണുന്നത് എന്താണ്? 0.17 എന്നുള്ളതിലെ 17 നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുക. 0.17 എന്നുള്ളതിലെ 17. അപ്പോൾ 0.017നെ 17 ആക്കണമെങ്കിൽ നമ്മളവിടെ അതിനെ 3 തവണ 10 കൊണ്ട് ഗുണിക്കണം. 3 ദശാംശ സ്ഥാനങ്ങൾ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഡിനോമിനേറ്ററിലെ നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ന്യൂമറേറ്ററിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്താൽ നമുക്ക് തീർച്ചയായും അവിടെ ഉത്തരത്തിലൊരു വ്യത്യാസമുണ്ടാവും. അപ്പോൾ നമ്മൾ രണ്ടിനെയും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലാക്കാൻ വേണ്ടി ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടി 680 എന്നെഴുതുന്നു. 680/17. അപ്പോൾ നമ്മൾ 2 സംഖ്യകൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഒരു 1.1, 8.8 2 സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 1.1, 8.8, 11.88 എന്നുള്ള രീതിയിൽ എടുത്താൽ നമുക്കത് ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകാൻ പാകത്തിന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ 1.1നെ 10 കൊണ്ട് ഗുണിച്ചു 11 ആക്കി, 8.8നെ 10 കൊണ്ട് ഗുണിച്ചു അതിനെ 88 ആക്കി.
അപ്പോൾ നമുക്ക് ആ ഒരു ക്യാൻസലേഷൻ നമുക്കവിടെ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അവിടെ മുകളിലും താഴെയും നമ്മൾ 10 കൊണ്ട് ഗുണിച്ചത് കൊണ്ട് നമ്മൾ ഇനിയൊന്നും അഡീഷണലായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ മുകളിലും താഴെയും ഒരേപോലെയാണ് ഗുണിച്ചിരിക്കുക. ഇനി നമുക്ക് നോക്കാം 0.42. 0.42നെ നമ്മൾ 42 ആക്കുന്നുവെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഈ 42 വെട്ടിപ്പോകണമെന്നുണ്ടെങ്കിൽ 0.007നെ നമ്മൾ 7 ആക്കി മാറ്റണം, അല്ലേ? 7 ആക്കി മാറ്റണം. അപ്പോൾ 0.007നെ 7 ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ 1000 കൊണ്ട് ഗുണിക്കണം. 1000 കൊണ്ടുള്ള ഗുണനം നമ്മൾ മേളിൽ ചെയ്തിട്ടില്ല. നമ്മൾ മേളിൽ 0.42നെ 100 കൊണ്ട് മാത്രമേ ഗുണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനെ കൂടെ 1000 ആക്കണമെങ്കിൽ ഒരു 0 കൂടെ നമ്മൾ ആ മുകളിൽ ആഡ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് അത് പറ്റുന്ന രീതിയിൽ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഈ 1188 എന്നിവ ക്യാൻസലായി കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു 8 ആയിരിക്കും അവശേഷിക്കുക. ഇനി ബാക്കിയുള്ളത് നോക്കാം. ഈ 427 7 6 42, അപ്പോൾ 420 ആകുമ്പോൾ നമുക്കവിടെ ഒരു 60 അവശേഷിക്കുന്നു. ഇനി നോക്കുക, ഈ 1768 17 4 68, അപ്പോൾ ആ 0 കൂടി വരുമ്പോൾ അവിടെ ഒരു 40 ബാക്കി വരിക. ഇനി നമുക്ക് എന്ത് ക്യാൻസലേഷൻ ഉണ്ട്? ഈ ഡിനോമിനേറ്ററിൽ ഒരു 8 ബാക്കിയുണ്ട്. മുകളിലാണെങ്കിൽ ഒരു 40ഉം 60ഉമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 40നെയും 8നെയും തമ്മിൽ ക്യാൻസൽ ചെയ്യാം. 40നെയും 8നെയും തമ്മിൽ ക്യാൻസൽ ചെയ്താൽ നമുക്ക് അവിടെ ഒരു 5 അവശേഷിക്കുന്നു. 5 × 60 എന്നൊരു കാൽക്കുലേഷൻ നമുക്ക് അവസാനം അവിടെ കിട്ടും. 5 × 60 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 300. അപ്പോൾ ആ 300 ആയിരിക്കും നമുക്ക് ഈ ലഘൂകരണത്തിൻ്റെ സിംപ്ലിഫിക്കേഷൻ്റെ എൻഡ് റിസൾട്ടായിട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ ഉത്തരം 300. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഈ അധ്യായത്തിലെ ചോദ്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മേളിലും താഴെയും. അതായത് ഈ ചോദ്യത്തിൽ നമ്മൾ ബേസിക്കായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഫ്രാക്ഷനാണ്, അല്ലേ? ഒരു ഭിന്നസംഖ്യയാണ്. അതായത് അംശം ബൈ ഛേദം എന്നുള്ള ഫോമുല ആയതുകൊണ്ട് തന്നെ അതൊരു ഭിന്നസംഖ്യയാണ്. അപ്പോൾ ഈ ഭിന്നസംഖ്യയെ നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മൾ മുകളിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ താഴെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ആ ഒരു ആശയം മാത്രം നിങ്ങൾ പ്രധാനമായി ഇത്തരം ചോദ്യങ്ങളിൽ ശ്രദ്ധിച്ചു പോയാൽ മതിയാണ്. അടുത്ത ചോദ്യം 1.68 ഇൻറ്റു 2.56 ഇൻറ്റു 39.6. ഡിനോമിനേറ്ററിലുള്ളത് 1.8 ഇൻറ്റു 0.14 ഇൻറ്റു 1.6. അപ്പോൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. 1.68, അതായത് 168 എന്നതിനെ പറ്റി ചിന്തിക്കാം, അല്ലേ? 168. അപ്പോൾ നമുക്ക് 168 എന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 168 നമ്മൾ 100 കൊണ്ടാണ് ഗുണിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർമ്മിക്കാം. 100 കൊണ്ടാണ് നമ്മൾ ഗുണിച്ചിരിക്കുക. ഇനി നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേപോലെ നമുക്ക് എഴുതി പോകാം. 100 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡിനോമിനേറ്ററിലുള്ള 2 ദശാംശ സ്ഥാനങ്ങൾ നമുക്ക് മാറ്റാൻ അവിടെ സാധിക്കും, അല്ലേ? 2 ദശാംശ സ്ഥാനങ്ങൾ മാറ്റാം. അപ്പോൾ നമ്മൾ 1.8 എന്നുള്ളതിൻ്റെ 1 ദശാംശ സ്ഥാനം മാറ്റി. നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 1.68നെ നമ്മൾ 100 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമ്മൾ 2 10കൾ കൊണ്ട് നമുക്ക് ഗുണിക്കാൻ സാധിക്കും. ആ 2 10കൾ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് 1.8നെ 18 ആക്കി, 1.6നെ 16 ആക്കി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് 2.56നെ 256 ആക്കണം. 256 ആക്കണമെന്നുണ്ടെങ്കിൽ 100 കൊണ്ടാണ് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഛേദത്തിൽ അവശേഷിക്കുന്ന ഒരു സംഖ്യയുണ്ട്, ദശാംശ സംഖ്യ 0.14. അതിനെ 2 ദശാംശ സ്ഥാനങ്ങൾ മാറ്റാനുള്ള അവസരമാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ 14 എന്നതിനെ മാറ്റി എഴുതി. ഇനി നമുക്ക് അംശത്തിൽ ഒരു സംഖ്യ കൂടി കിടപ്പുണ്ട്, 39.6. അതിനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 396 എന്നാക്കണം. എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഛേദത്തിൽ ഇനി സംഖ്യയൊന്നും ബാക്കിയില്ലാത്തത് കൊണ്ട് നമ്മൾ ആ 10 ഇവിടെയും കിട്ടേക്കുന്നു. ഒരു 0 കൂടെ നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ ആ 10 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്തു. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നതെല്ലാം പൂർണ്ണസംഖ്യകളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ സ്ഥാനങ്ങളിൽ മാറ്റം വരാതെ, അതായത് ഒരിടത്ത് ചെയ്യുന്നത് അടുത്തിടത്തും ചെയ്യുക എന്നുള്ള രീതിയിൽ മാത്രം അതിനെ നമ്മളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ തമ്മിലാണ് എളുപ്പത്തിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. എനിക്ക് ഏറ്റവും എളുപ്പം തോന്നുന്ന 2 സംഖ്യകൾ ഞാൻ പറയാം. 16, 256. കാരണം അവ പരസ്പരം വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന സംഖ്യകളാണ്. ഒന്നുമല്ല, 16ൻ്റെ സ്ക്വയറാണ് 256.
അപ്പോൾ 16 256 ക്യാൻസലായി കഴിഞ്ഞാൽ 256 എന്ന് പറയുന്നത് 16 × 16 അതുകൊണ്ട് ഒരു 16 മേളിൽ ബാക്കിയാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കുക. 396 നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് നമുക്ക് ഏതൊക്കെ സംഖ്യകൾ കൊണ്ടാണോ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുക ആ രീതിയിൽ നമുക്ക് ചെയ്തു പോകാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ 16 എന്നുള്ള മേളിലുള്ളൊരു സിമ്പിൾ സംഖ്യയുണ്ട്. ആ 16 നമുക്ക് 18 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്കതിനെ നേർപകുതിയാക്കിയാൽ മേളിൽ 8ഉം താഴെ 9ഉം വരുന്ന രീതിയിൽ നമുക്കതിനെ ക്രമീകരിക്കാൻ സാധിക്കും. ഇങ്ങനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നു ആ രീതിയിൽ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്ത് പോകാവുന്നതാണ്. ഇനി ഈ 168നെ 9 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ ശ്രമിച്ചാൽ 168നെ നമുക്ക് 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. 9നെയും 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 168നെ 3 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് 56 × 3 168, 3 × 3 9. അപ്പോൾ നമുക്ക് അത്രയും കിട്ടി. ഇനി നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ഈ 56 14 നമുക്ക് എളുപ്പത്തിൽ ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്ന സംഖ്യകളാണ്. 14 4 56. പക്ഷേ ഇവിടെ ഒരു 10 ബാക്കിയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഒരു 10 അവിടെ ബാക്കിയാണ്. ഇനി 4ഉം 10ഉം തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 5 എന്നാണ് അവിടെ അവശേഷിക്കുക. 2ഉം 5ഉം അവശേഷിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാവുന്നത് ഈ 3 ക്യാൻസൽ ചെയ്യാം. 3 ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 396 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അവിടെ 132 അവശേഷിക്കും. 132. ഇപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ള സംഖ്യകളിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഒന്നും അവശേഷിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ബാക്കിയുള്ള കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യണം? 2 × 8 × 132 എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ നമ്മൾ പൂർണ്ണമായിട്ട് ചെയ്യണം. 2 × 8 × 132 എന്ന കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്രയാണെന്ന് നോക്കാം. അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് 2112 ആണ്. 2112നെ 5 കൊണ്ട് ഹരിക്കുന്നതാണ് നമുക്ക് വേണ്ട ഉത്തരം. 2112നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഒരു ദശാംശ സംഖ്യയാണ്. അപ്പോൾ ദശാംശത്തെ സംബന്ധിച്ച ചോദ്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ദശാംശ രൂപത്തിൽ ഉത്തരം വരാനാണ് സാധ്യതയുള്ളത് എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ 2112നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് 422.4 എന്ന ദശാംശ സംഖ്യ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഉത്തരം വരുന്നത് 422.4 ആയിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. 1.23 × 4.84 ഡിവൈഡഡ് ബൈ 0.0041 × 0.04. എളുപ്പത്തിൽ നമുക്ക് ഇത്തരം ചോദ്യങ്ങളിൽ കാണേണ്ട അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ട ആ ഒരു വസ്തുത എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ന്യൂമറേറ്ററിലെ സംഖ്യകളും ഡിനോമിനേറ്ററിലെ സംഖ്യകളും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ്. അതായത് 41 123 എന്ന സംഖ്യകൾ 41 × 3 123 എന്നും അതേപോലെ 484 ഒരു ഘടകമാണ് 4 എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചോദ്യങ്ങൾ സോൾവ് ചെയ്ത് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാൽക്കുലേഷനിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഒരു 2 ഓപ്ഷൻസ് നമുക്കിവിടെ പറയാം. ഇപ്പോൾ 123നെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്തെഴുതണം. 123 1.23നെ നമ്മൾ 123 എന്നൊന്ന് കറക്റ്റ് ചെയ്തെഴുതുന്നു. പക്ഷേ ഈ ഡിനോമിനേറ്ററിലുള്ള സംഖ്യയെ നമ്മൾ 41 ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 100 × 100 കൊണ്ട് ഗുണിക്കേണ്ടി വരും. 2 തവണ 100 കൊണ്ട് ഗുണിക്കേണ്ടി വരും. പക്ഷേ 123നെ നമ്മൾ ഒരു തവണയെ 100 കൊണ്ട് ഗുണിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു 100ഉം കൂടെ നമ്മളിവിടെ അങ്ങ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു 100 കൂടി നമ്മളിവിടെ ആഡ് ചെയ്യുന്നു. ഇനി അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 4.84 ആണ്. അതിനെ 484 ആക്കാനായിട്ട് നമ്മൾ 100 കൊണ്ട് ഗുണിക്കുന്നു. അതേ 100 കൊണ്ട് തന്നെ ഗുണിച്ചാൽ നമുക്ക് ഈ താഴെയുള്ള സംഖ്യയെ 4 ആക്കാനും പറ്റും. 0.04നെ 4 ആക്കാനും അതേ 100 കൊണ്ട് തന്നെ ഗുണിച്ചാൽ മതി. അതുകൊണ്ട് അവിടെ നമ്മൾ മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 484 4ഉം വെട്ടിപ്പോയി കഴിഞ്ഞാൽ 121 അവിടെ അവശേഷിക്കുക. 123ഉം 41ഉം വെട്ടിയാൽ ഒരു 3 ബാക്കി വരിക. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിലെ സംഖ്യകൾ മാത്രമേ ഗുണിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. നമുക്കിങ്ങനെ ചെയ്യാം. 3 × 121 ആദ്യം ചെയ്യാം. അപ്പോൾ നമുക്ക് 363 എന്നൊരു സംഖ്യ കിട്ടുന്നു. പിന്നെ അതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ 36,300 നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. ഞാൻ മറ്റൊരു രീതി കൂടി പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്കത് ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ട് എന്തൊക്കെ കാൽക്കുലേഷനാണോ വേണ്ടി വരിക അത് നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ
123 ഇൻറ്റു 484 എന്ന് നമ്മൾ ആദ്യമേ അങ്ങ് ചെയ്തു. 123 ഇൻറ്റു 484. എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നു ഡിനോമിനേറ്ററിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ടിടത്ത് നമ്മൾ 100 കൊണ്ടാണ് ഗുണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു 100 നമ്മൾ താഴെ ഗുണിക്കുമ്പോൾ നമുക്ക് ഈ 0.04നെ നമുക്ക് 4 ആക്കാം. ഇനി ഒരു 100 കൂടി ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി 0.41 ആവുന്നുള്ളൂ. അപ്പോൾ അവിടെ മാത്രം എക്സ്ട്രാ ഒരു 100ഉം കൂടെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് ന്യൂമറേറ്ററിൽ നമ്മളിപ്പോൾ 2 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിലാണെങ്കിൽ 3 തവണ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ആ എക്സ്ട്രാ വന്ന ഒരു 100 കൂടി നമ്മൾ ന്യൂമറേറ്ററിലേക്ക് ആഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കാൽക്കുലേഷനിൽ എന്ത് വ്യത്യാസം വരും? അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ക്യാൻസലേഷൻ എല്ലാം സെയിം ആണ്. 121 വരുന്നു, 123 41 പോയാൽ 3 വരുന്നു, 3 ഇൻറ്റു 121 363, പിന്നെ ഒരു 100 കൊണ്ടുകൂടി ഗുണിക്കുമ്പോഴത്തേക്ക് 36,300 എന്നുള്ള നേരത്തെ കിട്ടിയ ഉത്തരത്തിൽ തന്നെ വരാം. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച്, നമ്മുടെ ആ ഒരു മനോയുക്തിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അടുത്ത ചോദ്യം, 0.0012 6.4 എന്നീ രണ്ട് സംഖ്യകൾ ന്യൂമറേറ്ററിൽ അംശഭാഗത്തും ഛേദത്തിൻ്റെ ഭാഗത്ത് ഡിനോമിനേറ്ററിൽ 0.8 ഇൻറ്റു 0.11 എന്നീ രണ്ട് സംഖ്യകളുമാണ് കൊടുത്തിരിക്കുക. അപ്പോൾ നമുക്ക് അവയിൽ എന്ത് കാൽക്കുലേഷനാണ് നമ്മൾ ചെയ്യേണ്ടി വരിക എന്ന് നോക്കാം. നമുക്ക് എളുപ്പത്തിൽ നമ്മൾ കണ്ടെത്തേണ്ട സംഖ്യാപരമായ ആ ഒരു റിലേഷൻ, ന്യൂമറിക്കൽ റിലേഷൻ അതിതാണ്. 121 11ൻ്റെ സ്ക്വയറാണ്. അതേപോലെ 6.4 8ൻ്റെയും സ്ക്വയറാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടുന്ന് ഒറ്റയടിക്ക് കണ്ടെത്തേണ്ട കാര്യം. അപ്പോൾ നമ്മൾ മൊത്തം എത്ര സ്ഥാനങ്ങൾ മാറ്റേണ്ടി വരും എന്നുള്ളത് നോക്കുക. ഈ 0.0012 അതിനെ നമ്മൾ 121 ആക്കി മാറ്റി എഴുതുമ്പോൾ, വലിയ സംഖ്യകൾ കണക്കാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ 5 തവണ 10 കൊണ്ട് 5 സ്ഥാനങ്ങൾ മാറ്റി. ഇനി നമ്മൾ 6.4നെ 64 ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഒരു സ്ഥാനം മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ചിന്തിക്കുക. അത് നമ്മളൊന്ന് കണക്കിലെടുക്കുക. ഇനി നമുക്ക് ഡിനോമിനേറ്ററിൽ 0.8നെ 8 ആക്കുന്നതാണ് നമുക്ക് സൗകര്യം. പിന്നെ 0.11നെ 11 ആക്കുന്നതാണ് നമുക്ക് സൗകര്യം. അപ്പോൾ അവിടെ രണ്ടിടത്തു കൂടി നമ്മൾ 3 സ്ഥാനങ്ങൾ മാത്രമേ മാറ്റേണ്ടി വന്നിട്ടുള്ളൂ എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കുക. അപ്പോൾ 5 + 1 6 എണ്ണം ന്യൂമറേറ്ററിൽ മാറ്റി, ഡിനോമിനേറ്ററിൽ നമ്മൾ 3 എണ്ണം മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ ഒരു 3 എണ്ണവും കൂടെ നമ്മൾ മാറ്റാൻ അവിടെ കടമുണ്ട്, അതായത് ബാലൻസ് ഉണ്ട്. അപ്പോൾ ആ 1000 കൂടി നമ്മൾ ആ ഡിനോമിനേറ്ററിൽ ആഡ് ചെയ്യേണ്ടി വരുന്നു. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് 64 8 എന്നിവ തമ്മിൽ ക്യാൻസലായാൽ ഒരു 8 ബാക്കി, 121 11 എന്നിവ തമ്മിൽ ക്യാൻസലായി കഴിഞ്ഞാൽ ഒരു 11 ബാക്കിയാവും. കാരണം രണ്ട് സംഖ്യകളും റെസ്പെക്റ്റീവായിട്ടുള്ള ഡിനോമിനേറ്റേഴ്സിൻ്റെ സ്ക്വയറുകളാണ്. അപ്പോൾ 11 × 8 88. 88നെ 1000 കൊണ്ട് ഹരിക്കുന്നതാണ് നമ്മുടെ ഉത്തരം. 88നെ 1000 കൊണ്ട് ഹരിക്കണം. 88നെ 1000 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് 3 ദശാംശ സ്ഥാനങ്ങൾ പിന്നോട്ട് മാറ്റുമ്പോൾ കിട്ടുന്നത് ഒരു 0 കൂടി വരുന്നു. 0.088 എന്ന ഉത്തരമാണ് ഈ തന്നിരിക്കുന്ന ഉദാഹരണത്തിൻ്റെ ലഘൂകരണത്തിൽ നിന്ന് നമുക്ക് കിട്ടും. അടുത്ത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് PSC പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്, LD പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. 40, 0.04, 0.04 എന്നിവ അംശഭാഗത്തും 3 തവണ 0.04, 0.04, 0.04 എന്നീ സംഖ്യകൾ ഛേദഭാഗത്തുമാണ് കൊടുത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിലുള്ള സ്റ്റെപ്പ്, കോമൺ ആയിട്ടുള്ള കുറച്ച് സംഖ്യകളുണ്ട്. കോമൺ ആയിട്ടുള്ള സംഖ്യകൾ വരുംതോറും നമ്മുടെ ചോദ്യം ചെയ്യാനുള്ള എളുപ്പം നമുക്ക് കുറച്ചുകൂടി കൂടും. അപ്പോൾ കോമൺ ആയിട്ടുള്ള സംഖ്യകളെ നമുക്ക് എത്രത്തോളം കിട്ടുമോ അത്രയും നമുക്ക് എളുപ്പത്തിൽ ചോദ്യം ചെയ്യാം. അപ്പോൾ അവശേഷിക്കുന്നത് 40 / 0.04 എന്ന ആ ഒരു കാൽക്കുലേഷൻ മാത്രമാണ്. അപ്പോൾ 40 / 0.04 എന്നുള്ളത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? നമുക്ക് ആ 0.04നെ 4 ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ 100 കൊണ്ടാണ് ഗുണിച്ചിരിക്കുക. അപ്പോൾ ആ 100 കൊണ്ട് നമ്മൾ മുകളിൽ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4000ആണ്. 40 × 100 4000. 4000നെ 4 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് കിട്ടുന്ന 1000ആണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഏതെങ്കിലുമൊക്കെ സംഖ്യകളെ നേരിട്ടങ്ങ് ക്യാൻസൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. സെയിം ആയിട്ടുള്ള സംഖ്യകളോ അല്ലെങ്കിൽ 1ൻ്റെ ഇരട്ടിയായോ 3 ഇരട്ടിയായോ ഒക്കെ വരുന്ന സംഖ്യകളുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും എളുപ്പത്തിൽ
ചോദ്യം ചെയ്തു പോകാം, നമ്മുടെ ജോലി അത്രയും കുറയും. അടുത്ത ചോദ്യം 171 ഡിവൈഡഡ് ബൈ 3.8 ഡിവൈഡഡ് ബൈ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുന്നു 36 മൈനസ് 35.5 കൊണ്ട്. ഇതും നമ്മുടെ ഒരു PSC പരീക്ഷയുടെ മുൻവർഷ ചോദ്യപേപ്പറിൽ വന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ 171, 38 എന്നീ സംഖ്യകൾ അതിനെ നമ്മൾ അതേ രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടാകും. അതായത് ഈ ഒരു ഫ്രാക്ഷൻ പോലെയാണ് നമ്മളതിനെ കണക്കാക്കേണ്ടത്. ഇപ്പോൾ 117.1 ഡിവൈഡഡ് ബൈ 3.8 എന്നുള്ളതിനെ നമ്മളിങ്ങനെ കണക്കാക്കുന്നു, 171 ഡിവൈഡഡ് ബൈ 38. എന്നിട്ട് അതിനെ നമ്മൾ ഹരിക്കേണ്ടത് എന്തുകൊണ്ടാണ്? 36 മൈനസ് 35. അത് 36 മൈനസ് 35 എന്ന് പറയുന്നത് 0.5 വരിക അല്ലേ, അര. ഈ 0.5 നമ്മളൊന്ന് ഭിന്നസംഖ്യാ രീതിയിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 171/38 ഡിവൈഡഡ് ബൈ 1/2 എന്നായിരിക്കും വരിക. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ നമ്മൾ ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്: 171 ഇൻറ്റു 2, അതായത് ഈ ഡിനോമിനേറ്റർ ഛേദത്തിലുള്ള ഈ ഒരു 2 നേരെ അംശത്തിലേക്കായിരിക്കും വരിക. അപ്പോൾ 171 പിന്നെ ഡിവൈഡഡ് ബൈ ഈ ഒരു ഡിനോമിനേറ്റർ മാത്രമായിരിക്കും അവശേഷിക്കുക. 1 എന്നുള്ളത് നമ്മൾ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 171 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 38 അവിടെ അവശേഷിക്കുന്നത്. ഇനി നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 2, 38 തമ്മിൽ ക്യാൻസൽ ആയാൽ ഒരു 19 അവിടെ അവശേഷിക്കുക. ഈ 19ൻ്റെ കൃത്യമായ ഒരു ഗുണിതമാണ് 171. അതായത് അത് മനസ്സിലാക്കാൻ എളുപ്പമാർഗ്ഗം ഇതാണ്: 19നെ 10 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 190 കിട്ടും. അപ്പോൾ ആ 190-ൽ നിന്ന് ഒരു 19 പോകുന്നതാണ് 171. നമ്മൾ പറഞ്ഞ ക്രമം ഇതാണ്: 19 10 തവണ എടുത്താൽ 190 ആ 190-ൽ നിന്ന് ഒരു 19 കുറയ്ക്കുന്നതാണ് 171 എങ്കിൽ അത് തീർച്ചയായും 19ൻ്റെ 9 മടങ്ങ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സിംപ്ലിഫിക്കേഷനിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് 9 എന്നായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ ഇത് ഇത്തിരി ലെങ്തി ആയിട്ട് നമ്മൾ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ മാത്സ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ഇപ്പോൾ കണക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നമ്മളെപ്പോഴും 2 വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് വേഗത, 2 സൂക്ഷ്മത അല്ലേ. ഇത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളിലെ നമ്മൾ കണക്കിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് വേഗത്തിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം, സൂക്ഷ്മമായിട്ടും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ സൂക്ഷ്മത എന്നാൽ നമ്മളിവിടെ ഇഷ്ടംപോലെ കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഒരിടത്ത് നമുക്കൊരു ചെറിയ പിഴവ് പറ്റിയാൽ നമ്മുടെ ഫൈനൽ ആൻസർ തെറ്റായിരിക്കും അല്ലേ. ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവനും നമ്മൾ ശരിയായിട്ടാണ് ചെയ്തത്. ഇപ്പോൾ ഒരു കാൽക്കുലേഷനിൽ ഒരു ചോദ്യം ചെയ്യുന്നതിനിടയ്ക്ക് 10 കാൽക്കുലേഷനുണ്ട്, 9 എണ്ണവും നമ്മൾ ശരിയായിട്ടായിരിക്കാം ചെയ്തത്, ഒരെണ്ണം മാത്രം നമുക്ക് തെറ്റിപ്പോയി, നമ്മുടെ ഫൈനൽ റിസൾട്ട് തെറ്റായിരിക്കും അല്ലേ. അതാണ് സൂക്ഷ്മത എന്ന് പറയുന്നത്. നമ്മൾ വളരെ ഓരോ സ്റ്റെപ്പുകളും വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ വേഗതയും വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിൽ. കാരണം നമുക്ക് ഉത്തരം കിട്ടിയതുകൊണ്ട് മാത്രമായില്ല, നമുക്ക് ആ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു പരീക്ഷയിൽ മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്തരം കാൽക്കുലേഷൻസ് തെറ്റുപറ്റാനുള്ള സാധ്യതകൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കെയർഫുള്ളായിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ദശാംശ സംഖ്യകൾ എന്നുള്ള ടോപ്പിക്കിൻ്റെ 3ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. അടുത്ത ഭാഗത്ത് നമുക്ക് കുറച്ചുകൂടി ദശാംശ സംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മനസ്സിലാക്കാം. താങ്ക് യു.